Praise the Lord. കർത്താവിന്റെ ധന്യ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം ഒരു പ്രാവശ്യം കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമാകുന്ന വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ കൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാവിധ സാവകാശത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം ദൈവസ്ഥിതിക്കുന്ന കർത്താവിന്റെ മക്കൾ, അതുപോലെ ഫേസ്ബുക്ക് ലൈവിലൂടെ യൂട്യൂബിലൂടെയൊക്കെ കാണുന്ന എല്ലാ ബഹുമാനപ്പെട്ട വ്യക്തി ജീവിതങ്ങൾക്കും കർത്ത മക്കൾക്കും എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെയും വന്ദനത്തെയും ഈ പ്രാരംഭ സമയത്ത് അറിയിക്കുന്നു. സർവശക്തനായ കർത്താവ് നമ്മളേവരെയും സമൃദ്ധമായി സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ലൈവിൽ കാണുന്നവരെ കർത്താവ് അവൻ ദൈവത്തിന്റെ വിശേഷമാകുന്ന കൃപയാൽ നിറയ്ക്കുമാറാകട്ടെ. നിങ്ങൾ ലൈവിൽ ഈ ശുശ്രൂഷകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങൾ പൊതുവിൽ ആയി എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൽ സ്തോത്രം അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അല്ല, മെസ്സഞ്ചറിൽ അയക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് സ്തോത്രം പ്രാർത്ഥന വിഷയം അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ദൈവത്തിൽ അറിയിക്കുവാൻ അവസരമുണ്ട്. 98474705 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം നിങ്ങൾക്ക് അറിയിക്കുവാൻ സാധിക്കും. വിശേഷം ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും എന്ന പ്രതീക്ഷയോടുകൂടെ ദൈവവും സമർപ്പിക്കും. നമുക്ക് ഇന്ന് പകലില് നമ്മൾ വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. നമ്മൾ ഇന്ന് പകൽ വായിച്ചത് 30-ാം സങ്കീർത്തനമാണ്. ദൈനംദിനം അതായത് നമ്മൾ എല്ലാ ഞായറാഴ്ചയും ക്രമമായി വായിക്കുന്ന സങ്കീർത്തനം 30-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഓരോ ആഴ്ചകളിലും ദൈവം ആവശ്യമായ ദൂതുകൾ ദൈവം നൽകി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആഴ്ചയിലും ആവശ്യമായ ദൂത് ദൈവം നൽകുന്നതോട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ 30-ാം സങ്കീർത്തനം നമുക്ക് ഈ തലക്കെട്ടിൽ എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ദാവീദിന്റെ സങ്കീർത്തനമായി തന്നെയാണ് ഈ 30-ാം സങ്കീർത്തനത്തെ നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല ഇതൊരു ഭവന പ്രതിഷ്ഠാ ഗീതം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തന ഭാഗമാണ് ദാവീദിന്റെ ഈ സങ്കീർത്തനം. എല്ലാ പ്രാവശ്യവും പറയുന്നത് ഒന്നുകൂടി ആവർത്തിക്കട്ടെ. ഈ പ്രാവശ്യം നമ്മൾ വായിച്ചിരിക്കുന്നത് ദാവീദിന്റെ സങ്കീർത്തനമാണ്. സങ്കീർത്തന പുസ്തകങ്ങളിൽ ഭൂരിഭാഗവും ഒട്ടനവധി സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ദാവീദ് തന്നെയാണ്. സ്തോത്രം. കാരണം തന്റെ ജീവിത അനുഭവങ്ങളിൽ ദൈവത്തിന്റെ മഹത്വത്തെ അനുഭവിച്ചറിയുകയും തന്റെ സഹോദരങ്ങളും മാതാപിതാക്കളും തന്നെ ഒറ്റപ്പെടുത്തിയ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായി ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു. ദൈവം തന്നെ സഹായിച്ചു, അനുഗ്രഹിച്ചു. അതിന്റെ വാത്സല്യം, ദൈവത്തോടുള്ള നന്ദിയും ദൈവത്തിനോടുള്ള സ്തുതിയും താൻ കരയേറ്റിക്കൊണ്ട് ഒരുപാട് സങ്കീർത്തനങ്ങൾ എഴുതുവാനിടയായി. സ്വർഗം സമൃദ്ധമായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. 30-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം ഒരാൾക്ക് ഒന്ന് ശബ്ദം ഉയർത്തി ദിവസത്തിൽ വായിക്കാവുന്നതാണ്. 30-ാം സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. 30-ാം സങ്കീർത്തനം പ്രാരംഭത്തിൽ ദാവീദ് എഴുതി തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് ദാവീദ് സങ്കീർത്തനം എഴുതുന്നത്. സ്തോത്രം. പ്രിയരെ, നാം ദൈവിക കാര്യങ്ങളിൽ നാം മുൻതൂക്കം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും നാം ദൈവത്തിന്റെ സന്നിധിയിൽ സ്തുതിക്കുന്നവരും ദൈവത്തെ പുകഴ്ത്തുന്നവരുമായിരിക്കുകയാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. സ്തുതി, സ്തോത്രങ്ങൾ എന്ന് പറയുന്നത് വില കൊടുത്ത് വാങ്ങി യാഗം കഴിക്കുന്ന ഏത് മൃഗത്തെക്കാളും സ്തോത്രം ശ്രേഷ്ഠകരമായ യാഗം എന്ന് പറയുന്നത് സ്തോത്രത്താൽ വരുന്ന യാഗമാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നത് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഓൺലൈൻ കാണുന്നവർ ഈ പ്രാരംഭ നിമിഷങ്ങൾ സ്തോത്രത്തോടും സ്തുതിയോടും ദൈവസ്ഥ വിശേഷം ഓർപ്പിക്കുകയാണ്. സ്വന്തം സഹായിക്കുമാറാകട്ടെ.
ദാവീദ് സങ്കീർത്തനം എഴുതി തുടങ്ങുമ്പോൾ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് താൻ സങ്കീർത്തനം എഴുതുന്നത്. സ്തോത്രം. എന്തുകൊണ്ടാണ് താൻ ദൈവത്തെ സ്തുതിക്കുന്നത്, താൻ ദൈവത്തെ പുകഴ്ത്തുന്നത്? അത് നമുക്ക് രണ്ടാമത്തെ ഭാഗം, ആ ഒന്നാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ദാവീദ് എന്തുകൊണ്ടാണ് ദൈവത്തെ പുകഴ്ത്തുന്നത്. വായിച്ചേ. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. അപ്പോൾ ദാവീദ് എന്തുകൊണ്ടാണ് ദൈവത്തെ പുകഴ്ത്തിയത് അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചത്? ദാവീദ് എഴുതുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുകയാണ്. നീ എന്നെ ഉദ്ധരിപ്പിച്ചു, നീ എന്നെ എഴുന്നേൽപ്പിച്ചു, ഹല്ലേലൂയ, നീ എന്നെ വിടുവിച്ചു. ദാവീദ് പറയുന്നു, എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയില്ല. ഇപ്പൊ ശത്രുക്കൾ ദാവീദിന്റെ പതനം ആഗ്രഹിച്ച് കടന്നു വന്നു. ശത്രുക്കൾ ദാവീദ് ഇനി ഒരിക്കലും എഴുന്നേൽക്കരുത് എന്ന് വെല്ലുവിളിച്ച് കടന്നു വന്നു. അവിടെ ആയുധബലം നന്നായി കാണിച്ചു കടന്നു വന്നു. അവിടെ സൈന്യബലം നന്നായി കാണിച്ചു കടന്നു വന്നു. പക്ഷേ ദാവീദ് ഇങ്ങനെ പറയുന്നത്, ശത്രു സൈന്യബലത്തോടെ കടന്നു വരുന്ന സാഹചര്യത്തിൽ ശത്രുക്കൾ എന്നെ തകർത്ത് അവർ സന്തോഷത്തിന്റെ ഘോഷം മുഴക്കേണ്ടതിന് ദൈവം ഇടവരുത്തിയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശത്രുക്കൾ നിന്റെ നേരെ വരുന്നത് വലിയ കാര്യമല്ല. ശത്രുക്കൾ കൂട്ടം കൂട്ടമായി നിന്നെ തകർക്കുമെന്ന് വെല്ലുവിളിച്ചടുക്കുന്നത് വലിയ കാര്യമല്ല. കാരണം നിന്നെ ശത്രുക്കൾ തകർക്കാതെ സൂക്ഷിക്കുന്ന ദൈവം നിന്റെ കൂടെ ഉള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിങ്ങളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകുന്നു. നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾ ലോകത്തെ എങ്ങനെ ജയിച്ചു? നിങ്ങൾ ലോകത്തെ ജയിച്ചത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ തന്നെയാണ്. പഴയ നിയമത്തിൽ രാജാക്കന്മാർ ശക്തിയോടുകൂടെ ദാവീദിന്റെ പതനം ആഗ്രഹിച്ച് കടന്നു വന്ന് അവർ സൈന്യബലം കാണിക്കുമ്പോൾ ദാവീദ് ദൈവത്തോട് പറയുന്നു, അവിടെ നടുവിൽ നീ എന്നെ തകർത്ത് കടന്നില്ല. ഹല്ലേലൂയ. അവിടെ നടുവിൽ നീ എന്നെ തോറ്റു പോകുവാൻ അനുവദിച്ചില്ല. അവിടെ നടുവിൽ കർത്താവേ നീ എനിക്ക് തുണ നിന്നു. ഇന്ന് പകൽക്കാലം ഏതോ പ്രതിസന്ധിയിലും ഏതോ പ്രശ്നത്തിലും നമുക്ക് വേണ്ടി തുണ നിൽക്കുന്ന ഒരു നല്ല രക്ഷകനെയാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ഉയർത്തുന്നത്. ഹല്ലേലൂയ. ഈ നല്ല രക്ഷകൻ, ഇത്ര നല്ല രക്ഷകൻ, ഈ രക്ഷകനെ പോലെ പ്രവർത്തിക്കുവാൻ, ഈ രക്ഷകനെ പോലെ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ, ഈ രക്ഷകനെ പോലെ നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന മറ്റാരുടെയും ഭൂമിയിൽ പ്രിയരെ, നമ്മുടെ ഏത് സാഹചര്യത്തിലും നമ്മെ ഉദ്ധരിക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന, ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ പക്കൽ, നമ്മുടെ ഭാഗത്തുള്ളതിനായി നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓൺലൈനിൽ കാണുന്നവരെ, നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, നിങ്ങളെ പരിപാലിക്കുന്ന ദൈവം, നിങ്ങളുടെ ഏത് അവസ്ഥയിലും നിങ്ങളെ സൂക്ഷിച്ച് സംരക്ഷിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മറക്കുന്ന ഒരു നല്ല കർത്താവ്, ദൈവത്തിന്റെ പാതകളിൽ അഭയം പ്രാപിച്ച് അകന്നു പോകാതെ ജീവിപ്പാൻ സദർശിച്ചനായി കർത്താവ് ഏവർക്കും കൃപ നൽകട്ടെ. രണ്ടാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു. വായിച്ച് രണ്ടാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച്. ഒന്നാം ഭാഗത്തിൽ ദാവീദ് പറഞ്ഞു, ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ ഇടയാക്കി. രണ്ടാം ഭാഗത്തിൽ ദാവീദ് പറയുന്നത്, എന്റെ ദൈവമായ യഹോവ, ഞാൻ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ എന്നെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. നമ്മെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവ്, നമുക്ക് സൗഖ്യം പകരുന്ന ഒരു കർത്താവ്.
ഏതൊരു കാലത്തും ഏതൊരു വ്യക്തിയും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ സൗഖ്യമാക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷെ ദൈവത്തിന് സൗഖ്യമാക്കുവാൻ മനസ്സുള്ളപ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചവൻ എങ്ങനെ നടക്കണമെന്ന് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. പത്ത് കുഷ്ഠരോഗികളെ യേശുവിന്റെ അടുക്കൽ വന്നു സൗഖ്യം പ്രാപിപ്പാനാണ് വന്നത്. യേശു പറഞ്ഞു, നിങ്ങൾ പോകയിൽ നിങ്ങൾ എന്തായി മാറും? ശുദ്ധരായി അല്ലെങ്കിൽ സൗഖ്യമുള്ളവരായി മാറും. അങ്ങനെ അവിടെ യാത്രയിൽ എന്താ സംഭവിക്കുന്നത്? സൗഖ്യമുണ്ടാകുകയാണ്. പക്ഷേ അവർ 9 പേരും ദൈവത്തിന്റെ അടുക്കൽ വരാതെ ഒരുത്തൻ മാത്രം ദൈവത്തിന്റെ അടുക്കിലേക്ക് വന്നു. ദൈവം ഈ 10 കുഷ്ഠരോഗികളെയും സൗഖ്യമാക്കിയപ്പോൾ, യേശു ഈ 10 കുഷ്ഠരോഗികളെയും സൗഖ്യമാക്കിയപ്പോൾ യേശുവിന്റെ ഇഷ്ടം എന്തായിരുന്നു? ഈ 10 പേരും ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇനി തുറന്നുള്ള ജീവിതം ദൈവ കൃപയ്ക്കൊത്തവണ്ണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനവും ദൈവിക പ്രമാണവും ദൈവിക നിയമവും അനുശാസിച്ചുള്ള ജീവിതത്തിന്റെ നിലവാരം പുലർത്തി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ യേശു ആഗ്രഹിച്ചതല്ല 9 പേരും ചെയ്തത്. 9 പേര് ചെയ്തു. യേശുവിന്റെ അടുക്കൽ മടങ്ങി വരാതെ ഒരു മനുഷ്യൻ മാത്രമേ മടങ്ങി വന്നുള്ളൂ. 9 പേര് അല്ല അവൻ ഒരാൾ മാത്രമല്ല ശുദ്ധിയുള്ളതായി തീർന്നത്. 10 പേർ ശുദ്ധിയുള്ളതായി മാറിയത്, 10 പേർ സൗഖ്യമുള്ളവരെ മാറിയത്. പക്ഷെ ഒരാൾ മാത്രമാണ് അവൻ കടന്നു വരുവാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ പരിശുദ്ധിയാത്മാവിൽ ഓൺലൈൻ കാണുന്നവരോട് ഈ സഭയിലെ വിശ്വാസ സമൂഹത്തിനും ദൂത് ആത്മാവിൽ കൈമാറട്ടെ. ഹല്ലേലൂയ. നമ്മെ ദൈവം സൗഖ്യമാക്കുന്നത്, ദൈവം നമ്മളെ വിടുവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കാര്യങ്ങളും വിശ്വസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, സൗഖ്യം പ്രാപിച്ച ഏതൊരു വ്യക്തിയും ദൈവം പറയുന്ന വചനങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി ദൈവത്തിന്റെ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ദൈവകൽപ്പനയാൽ ഞാൻ ജീവിക്കും. അതൊരു ദൈവം മതിയായ കർത്താവാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് മുമ്പാകെ സൗഖ്യത്തോടും ആരോഗ്യത്തോടും ജീവിച്ച ദൈവജന പ്രകാരം ജീവിക്കാൻ സർവശക്തനായ കർത്താവ് നമുക്ക് ആവശ്യമായ എല്ലാ കൃപകളും നമ്മുടെ മേൽ പകർന്ന് പരിമാറാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തീർന്നില്ല. പിന്നെയും ആമേൻ. ദാവീദ് അവൻ ദൈവത്തോട് ആമേൻ തന്റെ ആവശ്യങ്ങൾ പറഞ്ഞതും ആമേൻ ദൈവം തന്നെ വിടുവിച്ചതുമായ കാര്യങ്ങളെ പറ്റി ആമേൻ താൻ പിന്നെയും ദൈവത്തിൽ എഴുതുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വായിക്കും. 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 7-ാമത്തെ വാക്യം. യഹോവേ നിന്റെ പ്രസാദത്താൽ എട്ടാമത്തെ വാക്യം. അത് 10-ാമത്തെ വാക്യം. അവൻ ദാവീദ് പറഞ്ഞു, യഹോവേ കേൾക്കണം, എന്നോട് കരുണ ഉണ്ടാകണം. യഹോവേ എന്റെ രക്ഷകനായി നീ ഇരിക്കണം. ദൈവത്തോട് ദാവീദ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്റെ പ്രാർത്ഥന നീ കേൾക്കണം. ദൈവമേ നിന്റെ കരുണ എന്റെ മേൽ പകരണം. നീ എനിക്ക് രക്ഷകനായി ഇരിക്കണം. നീ എന്റെ രക്ഷകനായി ഇരിക്കണം. നീ എന്റെ പാലകനായി ഇരിക്കണം. നീ എന്നെ നയിക്കുന്നവനായി ഇരിക്കണം. ഇന്ന് പകലിൽ നാം ദൈവത്തോട് ഒരു പ്രാർത്ഥന വിഷയം ആവശ്യപ്പെടുമ്പോൾ, ഒരു പ്രാർത്ഥന വിഷയത്തിന് അത് മറുപടി ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിനകത്ത് ഒരു കേവല സൗഖ്യമാണോ, അതോ സൗഖ്യം ലഭിച്ചതിന് ശേഷം ദൈവം എന്റെ രക്ഷകനും എന്റെ പാലകനും എന്റെ കർത്താവുമായി ഇരിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണോ നാം ദൈവത്തിന് പ്രാർത്ഥിക്കുന്നത്? പ്രിയരെ, സൗഖ്യം ലഭിക്കുന്നവർ ദൈവത്തെ വിട്ട് അകന്നു മാറിപ്പോയാൽ സംഭവിക്കുന്ന കാര്യം എന്താ? അവന്റെ നിത്യജീവന്റെ അവകാശം ലഭ്യമാകാതെ നശിച്ചു പോകും. പക്ഷേ സൗഖ്യം പ്രാപിക്കുന്നവനും വിടുതൽ പ്രാപിക്കുന്നവനും കർത്താവിന്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് പിതാവിനെയും പുത്രനെയും പരിശുദ്ധിയാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ സാക്ഷീകരിച്ച് കർത്താവിനെ മഹത്വപ്രതി ആത്മനിർമ്മല ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അപ്പം തുറക്കം കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധിയിലും വേർപാടും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ ലഭ്യമായ
നമ്മുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം മഹാദൈവം തന്നെയാണ്. നമ്മുടെ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചവനാണ്, ആകാശത്തെ വിരിച്ചവനാണ്. സമുദ്രത്തെ ഒരു പരിധിക്കപ്പുറം കയറി വരാതെ വണ്ണം മണൽ തട്ടുകൊണ്ട് അതിൽ വിരിച്ചു കൽപ്പന കൊടുത്തു, നീ കയറി വരരുത്. അങ്ങനെ അവൻ പ്രകൃതി പോലും അനുസരിക്കുന്നു നമ്മുടെ ദൈവത്തെ, പ്രപഞ്ച സൃഷ്ടാവായ നമ്മുടെ കർത്താവ്. എങ്കിലും യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, കാളന്റെ ഉടയവനെയും കഴുതന്റെ യജമാനനെയും അവൻ പുൽത്തൊട്ടിയൊക്കെ അറിയുന്നു, ഭക്ഷണം കൊടുക്കുന്ന അവന് സോഴ്സൊക്കെ അറിയുന്നു. പക്ഷെ എന്റെ ജനം എന്ത് ചെയ്യുന്നില്ല? അറിയുന്നത് ഇഷ്ടം പോലെ കർത്താവിന്റെ നാമത്തിൽ കടന്നു വന്ന് ബിരിയാണിയും എന്താ പറയാ ചിക്കനും മട്ടനും ഒക്കെ കഴിച്ച് വയറൊക്കെ വീർപ്പിച്ച് പോകുന്നതല്ലാതെ പിന്നെ എന്താ? ദൈവത്തെ അറിയുന്നില്ല. പക്ഷേ കാള, കഴുത ഭക്ഷണം കിട്ടുമ്പോൾ, പക്ഷികൾ ഭക്ഷണം കിട്ടുമ്പോൾ അവർ ഭക്ഷിച്ച് തൃപ്തരായി അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് സൃഷ്ടാവിനെ അവർ അന്വേഷിക്കുകയാണ്. അപ്പോൾ കാളന്റെ ഉടയവനെ, കഴുതന്റെ യജമാനെ, പുൽത്തൊട്ടിയും അറിയുമ്പോൾ ഒരിക്കലും ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ ദൈവത്തെ അറിയാതെ പോകുന്നത്. എങ്കിലും ദൈവത്തെ അറിയുന്ന ഒരു കൂട്ടത്തെ എല്ലാ കാലത്തിലും എഴുന്നേൽപ്പിച്ച് തന്റെ മഹത്വത്തെയും തന്റെ വീര്യത്തെയും ഈ പ്രപഞ്ചത്തിൽ വെളിപ്പെടുന്ന നല്ല കർത്താവിന് കരങ്ങൾ ഉയർത്തി നമുക്ക് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മളേവരെയും സമൃദ്ധമായി സഹായിക്കും. അപ്പോൾ ദാവീദ് പ്രാർത്ഥന വിഷയത്തിനകത്ത് ദൈവം മറുപടി നൽകി കൊടുക്കുകയാണ്. 11ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം. വീണ്ടും വായിച്ച് ദാവീദ് പറഞ്ഞു, നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ വിലാപത്തിന് എന്ത് ചെയ്തു? നൃത്തമാക്കി മാറ്റി. ദാവീദ് പറയുന്നു, ജീവിതകാലം മുഴുവനും വിലാപത്തിൽ തുടർന്ന് ജീവിക്കേണ്ട എന്റെ ദൈവത്തിന്റെ ഇടപെടലിനാൽ വിലാപം മാറ്റിട്ട് എന്ത് ചെയ്യുകയാണ്? നൃത്തമാക്കി മാറ്റുകയാണ്. സ്തോത്രം. ഒരു കരച്ചിലിന്റെ അനുഭവത്തിലൂടെ, ഒരു വിലാപത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ട ദാവീദിനെ നൃത്തത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നയിക്കുകയാണ്. അഥവാ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം ദാവീദിനെ നയിക്കുന്നു. വിലാപത്തെ നൃത്തമാക്കി തീർത്തു. വിലാപിക്കുന്നവന് കരയുന്നവന് നൃത്തം ചെയ്യുവാൻ സാധിക്കുകയില്ല. കരയുന്നവന്, വേദനപ്പെടുന്നവന്, വിഷമിക്കുന്നവന് ഒരിക്കലും സന്തോഷിക്കുവാനോ നൃത്തം ചെയ്യുവാനോ സാധിക്കത്തില്ല. കരയുന്നവൻ, വേദനപ്പെടുന്നവൻ, നിരാശപ്പെടുന്നവൻ നൃത്തം ചെയ്യണമെങ്കിൽ താൻ കരയുന്ന വിഷയത്തിനകത്ത് വ്യക്തമായ ഒരു മറുപടി അല്ലെങ്കിൽ വ്യക്തമായ ഒരു സൊല്യൂഷൻ ലഭിച്ചെങ്കിൽ മാത്രമേ കരയുന്നവന് കരച്ചിൽ നിർത്തുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ദാവീദിന്റെ കരച്ചിൽ നിർത്തി. എങ്ങനെ നിർത്തി? ദാവീദിന് കൃത്യമായി മറുപടി ദൈവം നൽകി കൊടുത്തപ്പോൾ അവൻ കരച്ചിൽ നിർത്തിയിട്ട് അവൻ സന്തോഷത്തോടെ നൃത്തം ചെയ്യുവാൻ ഉടിപ്പിച്ചു. വിലാപത്തിൽ ഇരിക്കുന്നവൻ ഉടുക്കം അവൻ കിടക്കും പൂടി മാറി അവൻ ദേഹത്ത് അവൻ ഇട്ടുകൊണ്ട് അവൻ കരഞ്ഞു വിലപിക്കുന്ന അനുഭവങ്ങൾ. അങ്ങനെ കരഞ്ഞു വിലപിക്കുന്ന അനുഭവത്തിലൂടെ അവന്റെ ശരീരത്തിൽ ഒരു ഭാഗവുമില്ല. എല്ലാ ഭാഗത്തിലും ദൈവത്തിന്റെ സന്തോഷം കൊണ്ട് ദൈവം ദാവീദിനെ ഉടിപ്പിച്ചിരിക്കുന്നു. ദാവീദിന്റെ മുഖത്ത് നോക്കുന്നവർ കാണുന്നു ദൈവത്തിന്റെ സന്തോഷം. ദാവീദിന്റെ കൈകളിലേക്ക് നോക്കുന്നവർ കാണുന്നു ദൈവത്തിന്റെ സന്തോഷം. കാരണം ദൈവത്തെ സ്തുതിച്ചടങ്ങിന്റെ വിലാപത്തെ, നിന്റെ രക്തിനെ മാറ്റി സന്തോഷം ഒടിപ്പിച്ച് നൃത്തത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കുന്ന ഒരു കർത്താവ്. നീ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന നിലവാരങ്ങളിലേക്ക് ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റാൻ ആരംഭിക്കുകയാണ്. സ്ഥിതിയെ ദൈവം മാറ്റുന്നു. കൈകൾ അടിച്ചു, വായികളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കാണ്ട് സംഗീതത്തിലും എഴുതി അവസാനിപ്പിക്കുമ്പോൾ തനിങ്ങനെ എഴുതി 12ാമത്തെ വാക്യം ഒന്ന് വായിച്ച്, ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ യഹോവേ ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പ്രിയരെ, ദൈവം നമ്മെ വിടുവിപ്പാൻ
മതിയായവനാണ്. ദൈവിക അനുഗ്രഹം പ്രാപിക്കുന്ന നാം ദൈവത്തെ വിട്ട് അകന്നു മാറാതെ ദൈവത്തോട് ചേർന്നിരുന്ന, ദൈവത്തോടൊപ്പം വസിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവര്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവര്, ദൈവത്തെ ആരാധിക്കുന്നവരുമായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേരെന്ന് പതികാലം ഈ തിരുവചനത്തിന് മുമ്പാകെ, ഈ 30-ാം സങ്കീർത്തനത്തിന് മുമ്പാകെ സമർപ്പിച്ച് ദൈവം മുമ്പാകെ ഏൽപ്പിച്ചു പറയുക, ദൈവം നമ്മളെ വിടുവിപ്പാൻ മതിയായ ദൈവമാകിയാൽ എത്ര പേർ ദൈവത്തിന്റെ മുമ്പാകെ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചു കൊടുക്കും. ഹല്ലേലൂയ. കർത്താവിൽ ഒരു ആനന്ദം, കർത്താവിൽ ഒരു സന്തോഷം ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Yeah.
ദൈവമാകെ നമ്മെ സമർപ്പിച്ചു കൊടുക്കുക. ഇന്നത്തോളം സഹായിച്ച കർത്താവ് രണ്ട് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. Thank you Jesus. ഇത്രത്തോളം നമ്മെ സഹായിച്ച കർത്താവ് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചാലും സമയമുണ്ട്. ഈ നിമിഷം ദൈവസ്ഥാനം നമ്മുടെ കൂട്ടിരുന്നതിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽ കൂടി വന്ന ദൈവജനത്തെ ദൈവം അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. നല്ല ശുശ്രൂഷ ദൈവം നൽകി. ശുശ്രൂഷ ദൈവനാമത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. ഓൺലൈനിൽ കാണുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിച്ച ദൈവപ്രവൃത്തിയാണ് നടക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം. പിതാവായ ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പുത്രനായ ക്രിസ്തുവിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രത്തോടെ തിരുമുമ്പിലായി ഇപ്പോൾ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്നല്ല വിശുദ്ധ ഞായറാഴ്ച പകലിനായി സ്തോത്രം. ഈ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച ദൈവമുമ്പാകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. അതിനെ നന്ദി പറയുന്നു. പ്രാർത്ഥിച്ചാലപ്പിന്റെ നിമിഷം മുതൽ ഒടുവിലത്തെ സമയം വരെ ദൈവ സാന്നിധ്യം ശക്തമായി കൂടി വ്യാപരിച്ചതിനായി സ്തോത്രം. പകർന്ന ശുശ്രൂഷകളെല്ലാം ദൈവനാമത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. കടന്നെല്ലാം ദൈവമക്കളെ ദൈവം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. വരുന്ന ആഴ്ചകളെയും ആത്മാക്കളെ ദൈവം കൊണ്ടുവന്ന് ദൈവനാമത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ IPF ഇന്ത്യ പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന സംഘടനയെ ദൈവസ്ഥലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിന്റെ നേതൃത്വത്തിലുള്ള പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് എല്ലാ കർത്തൃദാസന്മാരെല്ലാം വിശ്വാസ സംഭവത്തെ ദൈവസ്ഥയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ലോകമെമ്പാടും നടക്കുന്ന വിശുദ്ധമായ സകല കുടിയിലും കൂട്ടായ്മ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. വിശേഷിച്ച് ഓൺലൈനിൽ കാണുന്ന കർത്താവിന്റെ മക്കളെ ദൈവസ്ഥയിൽ സമർപ്പിക്കുന്നു. എന്ത് ആവശ്യത്തോടുകൂടിയാണോ അവർ ഈ ഓൺലൈനിൽ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നു, അവരുടെ ജീവിതത്തിനകത്ത് മറക്കാൻ പറ്റുന്ന അനുഭവമായി ദൈവം ചില പ്രവൃത്തി അയക്കണമേ. ദൈവത്തോട് ചേർന്ന് നടക്കാൻ ആവശ്യമായി കൃപ നൽകി ദൈവം സഹായിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് പിതാപുത്ര പരിശുദ്ധാത്മാവ് ത്രിഏക ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പിരിയാത്ത ദൈവിക സാന്നിധ്യത്തോടെ ഇവിടുത്തെ ഞായറാഴ്ച കൂടി വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം കൃപയെ ഞങ്ങൾ പറയുന്നു. പ്രാർത്ഥന കേട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവിന്റെ ഈശ്വരമായ യേശു കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും കാവലും നമ്മോട് നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന സകലത്തെ കർത്തശുശ്രൂഷയുടെ എല്ലാ ദൈവഭക്തിയും എല്ലാ വിശ്വാസ സഭകളും എല്ലാ ലോക മനുഷ്യരുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരെ ഏകീകരിക്കുമാറാകട്ടെ. ആമേൻ. യേശു ക്രിസ്തു ആന്തരം നൽകിയ ദൈവത്തിന് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം ആരെന്നെ സംബന്ധിച്ച എല്ലാ ദൈവമക്കൾക്കും വിശേഷം ക്രിസ്തുയേശുവിൽ വന്ദനം പറയുന്നു. പ്രത്യേകിച്ച് ഓൺലൈനിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരുടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ഫേസ്ബുക്കിൽ കണ്ടവർ, യൂട്യൂബിൽ കണ്ടവർ എല്ലാവരും നിങ്ങളുടെ സ്തോത്രം ചെയ്യും. നിങ്ങൾ എല്ലാവരും സുരക്ഷിതനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചയിൽ നമുക്ക് ഫേസ്ബുക്ക് ലൈവിലൂടെ കർത്താവിന്റെ കൃപയാണ് നമുക്ക് വിശുദ്ധ ആരാധനയും അവൻ ശുശ്രൂഷയെ സംബന്ധിപ്പാൻ അവൻ നമുക്ക് എല്ലാവർക്കും ഈ അവസരം ഒരുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മളെ സമർത്ഥമായി സഹായിക്കുമാറാകട്ടെ. Amen. Stop.